ഒരു നാട് മുഴുവൻ പട്ടിണിയിലാണ്. ഈ നാടിനെ നാടാക്കി മാറ്റുന്നതിന് വേണ്ടി ജീവിതാധ്വാനം മുഴുവൻ നടത്തിയിട്ടുള്ള പാവപ്പെട്ട റബ്ബർ കർഷകർ അവർ തീരാ ദുഃഖത്തിലും കണ്ണീരിലുമാണ്. അത് കാണുന്നതിന് കണ്ണുണ്ടാവണ്ടേ, അതിനുള്ള പരിഹാരമാർഗം ഉണ്ടാവണ്ടേ. എല്ലാ ഗവൺമെൻറ്റുകളും വന്ന് ഇതിനനുകൂലമായ ചില നടപടികളെടുക്കുമെന്ന് പ്രഖ്യാപിക്കാറുണ്ട്. വ്യവസ്ഥിത ഫണ്ടായിട്ട് ഒരു വലിയ തുക കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. നിയമസഭയിൽ എല്ലാവരും വലിയ ഹർഷാരവത്തോടു കൂടിയാണ് അത് കേട്ടത്. പക്ഷെ പിന്നീട് വന്നപ്പോഴെന്താ, പിന്നീട് വന്നപ്പോൾ ആ വ്യവസ്ഥിത ഫണ്ടിനകത്തുനിന്ന് കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ആകെപ്പാടെ കൊടുത്ത 30 കോടി എന്നാണ് ഗവൺമെൻറ്റിൻ്റെ പോലും അവകാശവാദം. അപ്പോൾ കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രശ്നം ഈ ഗവൺമെൻറ് കാണുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇടവേളകളും നമ്മളുടെ റബ്ബർ കൃഷിയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് എന്ത് നടപടിയാണ് എടുത്തത്? നമ്മുടെ ഈ സമൂഹത്തിൽ സത്യം പറഞ്ഞാൽ റബ്ബർ കർഷകർ അനുഭവിക്കുന്ന വിഷമങ്ങൾ ചെറുതല്ല. നിങ്ങൾ റബ്ബർ കൃഷിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ റബ്ബർ വെട്ടുന്ന ആളുകളെ കിട്ടാൻ പാടാണ്. വെട്ടുന്ന ആളിനെ കിട്ടണമെങ്കിൽ പകുതി അവിടെ കൊടുക്കണം. ഈ അടുത്ത കാലത്തെ പകുതി എന്നുള്ളത് 60% വരെ ആയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ വസ്തുവിൻ്റെ ഉടമയ്ക്ക് എന്താ കിട്ടുക? റബ്ബറിൻ്റെ ഉടമയ്ക്ക് എന്താ കിട്ടുക? റബ്ബറിൻ്റെ ഉടമയ്ക്ക് ഒട്ടുപാല് പോലും കിട്ടാത്ത ഒരു കാലഘട്ടം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നാദ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ സാഹചര്യം മാറണ്ടേ? അവരുടെ ദീന രോദനം കേൾക്കാൻ ഇടയാവണ്ടേ? മാത്രമല്ല, ഈ സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നത് എന്താ? പുറത്തു നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്.